2660 രാഷ്ട്രീയ പാർട്ടികൾ, 96.7 കോടി സമ്മതിദായകർ, 82 ദിനരാത്രങ്ങൾ, 12,000 കോടി രൂപയ്ക്ക് മുകളിലും ചെലവ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. വോട്ട് ചെയ്യാനായി മാത്രം 10 ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകളാണ് രാജ്യത്ത് ഒരുങ്ങുന്നത്. ഒരു മികച്ച ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ഈ ഇലക്ഷനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ 20 വർഷമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ പ്രൈസിൽ വലിയ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിന്റെ പ്രൈസ് ഗണ്യമായി ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണയും ഇലക്ഷൻ അനുബന്ധിച്ച് പബ്ലിക് സെക്ടർ ഓഹരികളുടെ വിലയിൽ വലിയ റാലി തന്നെ നടന്നിരുന്നു. എന്നാൽ എന്താണ് ഇതിനു പിന്നിലെ കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചുള്ള വാഗ്ദാനങ്ങളും നയങ്ങളും കരാറുകളും ഒക്കെ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിച്ച് പബ്ലിക് സെക്ടറിലെ ഇക്വിറ്റികളിലേക്ക് ഇൻവെസ്റ്റർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ റിസൾട്ട് വന്നതിന് ശേഷം ഇതിൽ പലതും വാഗ്ദാനങ്ങളായിട്ട് തുടരുകയും സർക്കാർ നയങ്ങളിൽ മാറ്റം വരികയും സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാകുകയും ചെയ്യുമ്പോൾ ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ് പതിയെ മാറാൻ തുടങ്ങും. പതിയെ അവരിത് സെല്ല് ചെയ്തു തുടങ്ങും. അങ്ങനെ ഈ സ്റ്റോക്കുകളുടെ വില അവസാനം ഇടിയുകയും ചെയ്യും.